പറയാ, പ്രിൻസസ് തന്നെയല്ലേ? നല്ല രസമുണ്ടല്ലേ? ഞാനിപ്പോ ആദ്യം ഒരു പാട്ട് പാടിത്തരട്ടെ. അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടട്ടെ. കേക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് പറയുന്ന കേക്കാൻ പറ്റുന്നില്ല. എന്താ അവരുടെ മൈക്ക് ഓഫ് ആണോ? എങ്ങനെ ഒച്ചയില്ലാതെ പറയുന്നു. ഒച്ചയില്ലാതെ അവര് പറയുന്നത്. അവര് നല്ല ഒച്ചയല്ലേ പറയുന്നത്, എനിക്ക് കേക്കാലോ. ഹായ് ഹായ് പറഞ്ഞു. ഹായ്ന്ന് കണ്ട? ഒന്നും കേക്കുന്നില്ല. അയ്യോ എനിക്ക് കേക്കുന്നില്ല. നിങ്ങൾ പറയാം അല്ലേ? ഇത്ര ഒച്ചയുണ്ട് എന്റെ ചെവി. ഇതാ ചെവി പൊട്ടുന്ന്, ചെവി കിട്ടുന്ന. ആ ഞാനെങ്ങനെ ഹായ് കാണിക്കുന്നറിയാം? എങ്ങനെ? ഇത് കൈപ്പിടി. അയ്യോ ഇപ്പൊ സൗണ്ട് വന്നു ശരിക്കും. ഇപ്പൊ സൗണ്ട് വന്നത് ഇല്ല, എനിക്ക് കേൾക്കാം. അല്ലെങ്കിലും അവര് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറയാം, ഞാൻ പറയാം. ആ മീനുട്ടി ഏത് പാട്ടാ എന്താ ചോദിക്കുന്നേ? ഞാനങ്ങനെ ക്ലാപ്പ് പൊട്ടുന്നത് നിനക്കറിയാം. പോടാ, ഇതെന്താ ഇവർക്ക്? ഞാൻ തെറ്റി. അയ്യോ തെറ്റല്ലേ, എന്നോട് തെറ്റല്ലേ. ഇവരെന്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്? ഇവർക്ക് വട്ടമായെന്ന് എനിക്ക്. നിങ്ങക്ക് വട്ടാണെന്നാ ഞങ്ങക്ക് തോന്നുന്നത് കേട്ടോ. ഇനി എന്ത് ആശുപത്രി കൊണ്ടുപോണോ? എന്തോന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടിട്ടാണ് അങ്ങനെ പാടുന്നത്. അത് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മ എന്നെ അടിക്കുന്നത്, ഇന്നലെ രാത്രി അടിക്കുന്നത് എന്റെ അമ്മേനെ എനിക്ക് സ്നേഹമില്ലാത്തോണ്ടല്ല, പിന്നെ ഇഷ്ടായിട്ടാണ് അടിക്കുന്നത്. കാരണം അടിച്ചാല് നല്ല വളരും പറഞ്ഞു പഠിപ്പിച്ചു അല്ലേ? പിന്നെ അമ്മ അടിച്ചതിന്റെ മുറി കാണണോ? ഇതെന്താ കാണിച്ചതാ? എന്ത് പറ്റിയതാ ചേച്ചി? വീണതാ? ദേവി പറയുന്നൊന്നും കേട്ടോ ആരും വിശ്വസിക്കരുത്. അപ്പൊ എന്നിട്ട് അവസാനം ഞാൻ മൂക്കും കുത്തി അങ്ങ് താഴെ വീണു. താഴെ വീണു. എന്നിട്ട് അമ്മ അടിച്ചതാന്ന് പറഞ്ഞത്. ഇവരെന്തൊക്കെ അങ്ങനെ നിന്നു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇവരെ ഇനി അടിക്കേണ്ടി വരുന്ന തോന്നുന്നു. അവരാരും സംസാരിക്കുന്നില്ല ഇപ്പൊ. ഒന്ന് കുത്തിക്കാന്ന്. അങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനെ ഹായ് പറയുന്നത് എനിക്കറിയാം. ഒച്ച വരുന്നുണ്ട് നിങ്ങളാക്കും. പക്ഷെ ഇപ്പൊ ഇവരൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? അതൊക്കെ ശരി, നമ്മളെ കൊച്ചു വർത്താനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എങ്ങനെ പാടും? അതിന് പറയാ, അവരൊന്നും ചോദിക്കുന്നില്ലല്ലോ. അച്ചാച്ചന്റെ പാട്ടോ? ഓക്കെ ആണോ? വാസു അച്ചാച്ചന്റെ പാട്ടാ കേൾക്കാൻ പോകുന്നത്. പ്രണയ സൗരഭം വഴിഞ്ഞു ഇനി മിണ്ടാതെ എങ്ങനെ ഇത് ഉമ്മായി ചേട്ടന്റെ പാട്ടല്ലേ? മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. അയ്യോ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നക്ഷത്രം അവിടെ തപസിരുന്നു. സുവയനേ സുമുഖി സുമവദനേ സഖി. ഈ പാട്ടിന് ഒരു ഉമ്മ തരട്ടെ. ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന എന്ത് ചെയ്യുന്ന പറഞ്ഞ നേരത്തെ? ഒന്ന് കുത്തിയാ കാണട്ടെ. ധൈര്യം ഉണ്ടോ നോക്കാം. ഞാനൊന്ന് കുത്തി തരുന്ന്. മധുവെങ്കിലിന് ആദ്യം ഐഡി. ഒരു സെക്കൻഡ് പോലെ ഇനി കുത്തിട്ടുള്ളൂ. ശരിക്കും കൊടുത്തു. ശരിക്കും കുത്തി. അയ്യോ എം ജെ അങ്കിളെ വിളിച്ചല്ലോ, എന്തിനാന്ന് ചോദിക്കേ.
ഉണ്ട്, ഉണ്ട്. ആ, കുത്ത്. അയ്യോ ഞാൻ പാവല്ലേ ആരെങ്കിലും ഞാൻ ചോദിച്ചോളൂ. പാവല്ലേ എന്നാ പിന്നെ ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം. അതാ, അതാ, അതാ. ഇതാ കൈതാ, കൈതാ. കൈ കൊടുക്ക്, കൈ കൊടുക്ക്. ആ കൈയോടെ ഓ, പ്രിൻസസ്. ഇനി ഇവിടെ എൻജോയ് ഉണ്ട് ചെയ്യട്ടെ. അയ്യോടി. ഒരൊറ്റ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ തരാന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ നിന്ന് എടുത്ത് തന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയില്ലേ? ഞാൻ തരാം. ഐഫോൺ ഞാൻ തരാം. എല്ലാ ദിവസവും പാടുമ്പോ റോഡ് കൊണ്ട് വെക്കും. അച്ഛൻ്റെ കാശ് കിട്ടിയോ? അവർക്ക് എവിടെ എന്റെ ഡയമണ്ട് മാല എവിടെ? അച്ഛൻ്റെ കാശ് കിട്ടിയോ? അതെ, തരാം. ഡയമണ്ട് മാല ചേച്ചി തരാം. മാലൂരാൻ. എന്നാ സ്വർണ്ണ വള തരാം. ഭയങ്കര ദാനശീലയാണ്. അയ്യോ വേണ്ട പൊന്നെ, ആ കുഴപ്പമില്ല കുഴപ്പമില്ല. വേണ്ട വേണ്ട കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫോണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഫോൺ അത് മതി. മതി, ഫോൺ മതി. adjust ചെയ്യാം. മാല പിന്നെ മതിന്ന്. അപ്പൊ ടാറ്റ പാടിക്കും. ആണെങ്കിൽ എനിക്ക് ആ ഫോൺ ബാട്ടർ സിസ്റ്റം ആണ്. കൊടുത്തോ, കൊടുത്തോ. ശരി ശരി കണ്ട, എടുത്തോ. ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുന്നതല്ലേ. അതങ്ങ് എടുക്കുക. അതങ്ങ് എടുത്തു. എന്നാ എനിക്കിനി ആ പോണ്ടാന്ന്. പല്ലൊക്കെ പോയി മുത്തശ്ശിയായി. പ്രായായോ? പ്രായം ഒരുപാട് പ്രായമുണ്ട്. അങ്ങനെ പറയല്ലോ. ഒന്നാമത്തെ പല്ല് നോക്ക്. ഒന്നാമത്തെ പല്ലല്ല, അത് മൂന്നാമത്തെ വരുന്നുണ്ട്, പല്ലില്ല, തിരിച്ച് അഞ്ചാമത്തെ വരുന്നുണ്ട്. പല്ലില്ല, ഏഴാമത്തെ പല്ലില്ല, അതെല്ലാം പോയി. പല്ലിളകുന്നുണ്ടോ? പല്ലു പോയ കിളവി. പല്ല് പോവാത്ത കിണ്ണള. ഇത് പല്ല് പോലെ കിളവാന്ന്. എനിക്കൊരു സംശയം, ഇന്ന് പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട് പാടുന്നുണ്ട്. ഉണ്ട് ഉണ്ട് യെസ്. അപ്പൊ അതെ. ഉണ്ടെങ്കിൽ ഏത് പാട്ടാ? അച്ഛൻ കൊമ്പത്ത്. ആ. അച്ഛൻ അത് സോഫയിലാണല്ലോ ഇപ്പൊ. അല്ലല്ലേ? അമ്മ എവിടെയാ? അമ്മ വരമ്പത്ത്. വരമ്പത്ത്. അമ്മയും സോഫയിലുണ്ടല്ലോ, ഇരിക്കണ്ടല്ലോ അവിടെ. അപ്പൊ അനിയൻ എവിടെയാ? അളിയൻ മരമ്പത്ത്. ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വാ. അപ്പൊ യാമി എവിടെ ഉള്ളത്? ഞാൻ കള്ളം മുറ്റത്തുണ്ട്. കള്ളം മുറ്റത്തുണ്ട്. പള്ളിക്കുട്ടിയാണോ? എനിക്ക് ചെമ്പോത്തിന് എടുത്ത് പോവാൻ പറ്റൂലല്ലോ. അതെന്താ ചെമ്പോത്ത് എന്ത് ചെയ്യും? എനിക്കൊരു പറക്കാൻ എന്നെ ചിറകൊന്നുണ്ടോ നോക്ക്. ചിറക് വെച്ചെന്ന് നേരോ ചിറക് വെച്ച് പറക്കാം. പറക്കോ? അപ്പൊ ഞാൻ ചെമ്പോത്തിനൂടെ പറക്കുവോ? എന്നാ പറക്കാം. എന്നാ ഇങ്ങനെ പിടിക്ക്. അപ്പൊ ഞാൻ പറന്ന് കാണിച്ചു തരാം. പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറപ്പിക്കാം. അതെ അതെ പാടി കഴിഞ്ഞിട്ട് പറക്കാം. ഞാനിപ്പോ ഒന്ന് മീനുട്ടിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇവിടെ വരണ്ട, അവിടെ വരണ്ട, പാടിയാ അവിടെ പൊക്കോ. അയ്യോ, ഞാൻ പറപ്പിക്കേണ്ടി വരും. ഓ എന്റെ അമ്മോ. ആവശ്യം മീനുട്ടി ചേച്ചി വരുമ്പോള് നേരത്തെ രണ്ടുപേരെയും കൊണ്ടുവരണേ. പണ്ടൊരു ദിവസം വേറൊരു ചേച്ചി ആയിരുന്നല്ലോ പ്രസന്റ് ചെയ്യുന്നത്. അവരെ കൊണ്ടുവരണം. അശ്വതി ചേച്ചിയോ? രണ്ടുപേരെയും മീനുട്ടി ചേച്ചിയും ആശലി ചേച്ചീനെയും അശ്വതി കൊണ്ടുവരണം. ചേച്ചി. അശ്വതി അശ്വതി. അശ്വതി, ആ, കൊണ്ടുവരാം. യേശുദാസങ്ങളെയും കൊണ്ടുവരണം. അയ്യോ കൊണ്ടുവരാം. അത് മീനോട്ടെ. അശ്വതിക്ക് ഞാൻ പിടിച്ചാ നിൽക്കും. നിങ്ങളായിരുന്നു ട്രൈ. യേശുദാസങ്ങളിന് അവിടെ മധു അങ്കളുടെ അടുത്തൊരു ചെറു അവിടെ അവിടെ ഇരുത്തിയാ മതിയോ? അവിടെ ഇവിടെ ഇരുത്തണം. ഇരുത്തിയാ മതിയോ? ഒരു മതങ്ങളുടെ അടുത്ത്. മധുങ്ങൾ പറയും യേശുദങ്ങൾ വരൂ, അങ്ങനെ ഒരു പെട്ടിയിലാക്കി എന്നിട്ട് കൊണ്ടുവരും. ഇവിടെ ഇരുത്തും. അച്ഛന് കാര്യമുണ്ട്. എന്താണ് കാര്യം? പുണ്യങ്ങൾ എന്റെ അമ്മേന്റെ ഫോൺ കൊണ്ടുപോയി. ആണോ? ആണ് ഉണ്ണിയങ്കിൾ. ഉണ്ണിയങ്കളെ എടുത്തോണ്ട് പോയി. ഇപ്പൊ നിങ്ങൾ പറയുമ്പോ നല്ല സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് എന്നാ അപ്പൊ പിന്നെ പാടണ്ടേ, നമുക്ക് പാടണ്ടേ? പാടാം പാടാം. ഞാൻ ഡീറ്റെയിൽസ് പാടിക്കോ, ആ പാടിക്കോ. ഡീറ്റെയിൽസ് പറഞ്ഞു, ഡീറ്റെയിൽസ് പറഞ്ഞു. പാടിയത് ആ, യേശുദാസ് അങ്കിൾ. ഓക്കേ. പിന്നെ ലിറിക്സ് എഴുതിയത് പി ഭാസ്കരൻ സാർ. Yes. മ്യൂസിക് എഴുതിയത് ചെയ്തത് മ്യൂസിക് ചെയ്തത് ജോൺ മിസ്റ്റർ ജോൺസൺ മാസ്റ്റർ. മിസ്റ്റർ മിസ്റ്റർ ജോൺസൺ ജോൺസൺ. ഓക്കേ. ഓക്കെ. പിന്നെ സിനിമയുടെ പേര് സിനിമന്റെ പേര് നസീമ. ഓക്കേ. വർഷം. വർഷം വർഷം അയ്യോ 1983. മൂന്ന് ആ, കഴിഞ്ഞു 8 കഴിഞ്ഞു 7 3. 8 3. 6, 0, 7, 4. കഴിഞ്ഞില്ലേ? അങ്ങനെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. All the best, all the best. വീണേനെ. ആ, ശരി. all the best. നന്നായി the best. പാടണേ. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പൂത്ത്
പാടി കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിയ സന്തോഷം പാടാൻ ചങ്ങാതി പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തല്ല കൊണ്ടോൻ വേടം വാരിക്കിട്ടി പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തല്ല കൊണ്ടോൻ വേടം വാരിക്കിട്ടി പദപമഗമ പദനി പദനി ദപദാപമ പാമഗ സരഗമ പദനി ദപമ പാടിത്തും കൈകൊട്ടും പാട്ടും കൈകൊട്ടും വളരെ സന്തോഷം പാടാൻ ചങ്ങാതി അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻമുറ്റത്ത് പാടി ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് പനന്തത്തെ ഓടത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്ന് പാടി വീട്ടുവേലിൽ നിന്ന് പാടി കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിയ സന്തോഷം പാടാ ചങ്ങാതി കാവിൽ ആരാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ കാവിലാരാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ പൂവന്തി പെണ്ണിന്റെ നക്ഷത്ര കൈനീട്ടം രാവിലെ മുറ്റത്ത് പൂതിരി വിറ്റാട്ടം കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിയ സന്തോഷം പാടാം ചെങ്ങാതി അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻമുറ്റത്ത് പാടിയ ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് പനന്തത്തെ ഓടത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്ന് പാടി വീട്ടുവേലിൽ നിന്ന് പാടി വിത്തും കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിയ സന്തോഷം പാടാൻ ചങ്ങാതി ആഹാ യാമിക്ക അലക്കിയല്ലോ സൂപ്പർ ആയിരുന്നല്ലോ സൂപ്പർ സൂപ്പർ ആണെങ്കിൽ താങ്ക് യു ഈ ആ സ്വരമൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. പദപമഗമ പദനി ദപമഗരിക. എന്തായിരുന്നു സ്വരം? പദപമഗമ പദനി പദനി ദപദാപമ പാമഗ സരിഗമ പദനി ദപമ പാ ഇന്നലെ രാത്രി ഫുള്ള് ഒച്ചുണ്ടാക്കുന്നപ്പ അമ്മ പറഞ്ഞു ഒച്ചുണ്ടാക്കല്ലേന്ന്. അപ്പൊ ഞാൻ കൊറേ മുറ്റത്തൊക്കെ ഓടി കളിച്ചപ്പോ ഒരു പട്ടി സഞ്ജുവിന്റെ ഒരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. ഏത് സഞ്ജു? സഞ്ജു എന്ന് പറഞ്ഞ ഒരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. അല്ല സഞ്ജു ഒരു സഞ്ജു എന്ന് പറഞ്ഞൊരു മോന്റെ ഒരു പട്ടീനെ ഒരു വലിയൊരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. ആണോ? ഓ അങ്ങനെ. ആ ഞാനേ ഓടി കളിക്കുമ്പോൾ ആ പട്ടി എന്റെ പിന്നാലെ ഓടി വരിക എന്നെ കടിക്കാൻ വേണ്ടി. ഞാന് ആ ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ കേറിയിരുന്നു. അപ്പൊ ആ പട്ടി അച്ഛനെ ഒറ്റ കാലിൽ ഒറ്റ കടി അങ്ങ് കാല് കടിച്ചോ? ഇതൊക്കെ ഉള്ള കഥയാണോ? അതൊക്കെ തട്ടലാ. കടിച്ചു അച്ഛനെ ഷൂ ഷൂ എന്ന് പറഞ്ഞപ്പോ അത് അന്തരത്തിൽ ഒറ്റ കടി അങ്ങ് കല്ലങ്ങ് കടിച്ചു. കടിച്ചു
ഈ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എം ജെ അങ്കിൾ? പാട്ട് ഒരു രക്ഷയില്ല. അയ്യോ അടിപൊളി പാട്ടായിരുന്നു. അയ്യോ എന്തൊക്കെയാ പാടിയത്. ഇടയ്ക്ക് എന്താണ് വിഷു പുലർകാലത്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പ്രഷൻസ്. അതെ അതെങ്ങനെയായിരുന്നു? വിഷു പുലർക്കാലത്ത് ആ വീട്ടുവേലിൽ നിന്നു പാടി പിന്നെ എങ്ങനെയാ? അങ്ങനെയാണോ? അതിന് വെട്ട് വീഴണം. അതിന്റെ സ്വരം എന്താ? അതാണോ? ഇതാണ് അതിന്റെ സ്വരം. അതിന്റെ സ്വരം ഇതാണോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ അറിഞ്ഞൂടാ. അറിഞ്ഞൂടാന്നോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. വീട്ടുവേലിൽ നിന്നു പാടി സ്വരം. വീട്ടു വെളിയിൽ പാടി നിന്ന് നോക്ക്. പദ പമഗമ പദനി പദനി പദനീദപ പദനീദപ ദാപമ ദാപമ പാമഗ പാമഗ സരിഗമ പദനീദ പദനിദപ ദാപമ ദാപമ. കഴിഞ്ഞു. ഓ കഴിഞ്ഞു. അതെ ദാപമ ദാപമ. ഓക്കെ ആണോ? കറക്റ്റ് ആണോ? ഓക്കെ പിള്ളേരെ, ഓക്കെ. നിങ്ങൾ കുറച്ചും കൂടെ വെച്ചപ്പോ നിങ്ങൾക്ക് സ്റ്റാർ സിംഗറിൽ ഇത് പാടാം. ശരിട്ടാ. നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും ഒന്ന് ചുണ്ടത്തെ മുറി ഒന്ന്. ഇവിടെ കണ്ടില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഒന്ന് നോക്കിയാ മതിയോ? മതിയോ? ആ. മധുങ്ങൾക്ക് ഇഷ്ടമാണോ യാമിക്കുട്ടിയെ? എവിടെ? ഓ യാ അല്ലേ? ആ പൊട്ടിയിട്ടുണ്ട് ശരിയാ. മധുങ്ങൾക്ക് ഇഷ്ടമാണോ യാമിക്കുട്ടിയെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആമക്കുട്ടിയെ. ചുണ്ടുമുടി ഭയങ്കര ഇഷ്ടമായോ? ചുണ്ട് പൊട്ടിയത് കണ്ടിട്ട് മധുങ്ങളുടെ സങ്കടമുണ്ട്. കരിയും അത്. ആ സങ്കടം. മധുമാമ ഒരു കാര്യം ചെയ്യോ? എനിക്ക് വേണ്ടി യാമിക്കുട്ടിക്ക് ഒരു ഇടി കൊടുക്കാമോ? ഇടിയോ? ഇടി വേണോ? ഒയ്യോ മധുക്കളുടെ ഭയങ്കര വെയിറ്റ് മസിലുണ്ട്. ഇടിച്ചു. ആ മോഹൻലാലിന്റെ സാറെങ്കിലും മോഹൻലാലിന്റെ ഒരു പെട്ടി പോലത്തെ സാധനം കൊടുത്തില്ല. ബ്രഷൊക്കെ പുതിയ ബ്രഷൊക്കെ എടുക്കുന്ന മോഹൻലാലിന്റെ ഓ അത് തരാം. അപ്പൊ യാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സംസാരവും ആക്ഷനും അല്ലേ? കൈയടിയില്ലേ? എക്സ്പ്രഷൻസ് കയ്യടി, പിന്നെ ഹായ് പറഞ്ഞത് അല്ലേ? താങ്ക് യു അപ്പൊ പറഞ്ഞത് എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ കൊടുക്കണ്ടേ? ഒരു മിഠായി മഴ കൊടുക്കാം അല്ലേ? കൊടുക്കാം. പോരട്ടെ യാമിക്കുട്ടിക്ക് നല്ലൊരു മിഠായി മഴ. ഇത് കൂടാണ്ട് യാമിക്കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നു മോഹൻലാൽ അങ്കിൾ ചിരിച്ചോണ്ടിരിക്കുന്ന അകത്ത് ബ്രഷും പേസ്റ്റും ഇട്ടിരിക്കുന്ന പെട്ടി. സ്വന്തമായിട്ടൊന്ന് അത് ഉമ്മ കൊടുത്തോ വേണമെങ്കിൽ. ഉമ്മ കൊടുത്തോ? ആരെങ്കിലും ഉമ്മ കൊടുത്തോ? എടുത്തോ ലാലങ്ങളുടെ ചിരിക്കുന്ന പെട്ടി. പിടിക്കോ? നല്ല പേരല്ലേ അത്? സ്ട്രോങ് ഗേൾ. ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ഗുഡ് നൈറ്റ്.